ഞാനിതിനൊരു ജോബായിട്ടല്ല കണ്ടേക്കണം, ഞാനിതിനൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് കണ്ടത്. ഓരോ പ്രോജക്റ്റുകളും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ള വർക്ക്. എനിക്ക് ഏറ്റവും എപ്പോഴും ഓരോ പ്രോജക്റ്റുകളും എന്തെങ്കിലും ചാലഞ്ചിങ് ആയിട്ടുള്ള വേണം. അതിന്ന് പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എല്ലാം കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ലോഗോ ഒക്കെ ചെയ്യുക, ഒരു ബ്രോഷറൊക്കെ ഔട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഒരു 2 വീക്സ് ഉണ്ട്. റോഡുകൾ വീതി കൂട്ടിയിട്ടും ഇപ്പോഴും നെഞ്ചും വിരിച്ച് നിൽക്കുന്ന പോസ്റ്റ് മാറില്ല ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും കള്ളനായിട്ട് ജനിക്കുന്നില്ല, സാഹചര്യമാണ് അവനെ കള്ളനാക്കുന്നത് എന്ന് പറഞ്ഞ പോലെയുള്ള ക്രിയേറ്റിവിറ്റി നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഹലോ എവരി വൺ, നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്. ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, നമുക്കൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജെയ്സൺ ആൻ്റണി ചേട്ടനാണ്. 30-31 വർഷമായിട്ട് ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്രിയേറ്റീവ് ഡയറക്ടറും അതുപോലെ തന്നെ വിഷ്വൽ കൺസൾട്ടൻറ്റുമാണ് ജെയ്സൺ ചേട്ടൻ. ഒരുപാട് പ്രമുഖ ബ്രാൻഡുകൾക്കും അതുപോലെ തന്നെ ഒരുപാട് ക്രിയേറ്റീവ് ടീമുകൾക്കും ഒരു വിഷൻ നൽകി കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ജെയ്സൺ ചേട്ടാ. പിന്നെ എന്താണ് ജെയ്സൺ ചേട്ടന് ഈ 30-31 വർഷത്തെ ഈ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനുള്ളത്? 31 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇൻ എ ഷോർട്ട് ഡ്യൂറേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എന്നിരുന്നാലും ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞ 94-ൽ ഞാൻ ഡിപ്ലോമ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം എൻ്റെ ഫീൽഡിലേക്ക്, അഡ്വർടൈസിങ് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അത് സ്റ്റാർട്ടിങ് സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, ആരോട് ചോദിക്കണം എന്ന് ഉള്ള അറിവുകൾ പോലും ഇല്ലാത്ത അത്രയും ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു 94-ലൊക്കെ. എന്ന് വെച്ചാൽ അഡ്വർടൈസിങ്ങിനെ കുറിച്ച് വളരെ വിരളമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഒരു ഗ്രാഹ്യമുള്ളൂ. അപ്പോൾ ഞാനിത് ഇൻസ്പയർ ചെയ്ത് കണ്ടിട്ടുള്ളതും പഴയ ഇംഗ്ലീഷ് ഫിലിമുകളിലും റാഡോൻ്റെ, ജോൺ ട്രാവോൾട്ട പരസ്യങ്ങളിലൊക്കെ വന്നാണ്. എന്നാലും ഫോറിൻ പരസ്യങ്ങളും എല്ലാം കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ളത്, ഫിലിം പോസ്റ്റേഴ്സ് എന്നെല്ലാം. അപ്പോൾ അന്ന് എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ കലാഭവനിൽ ഡിപ്ലോമ ഒക്കെ പോയി. ഡിപ്ലോമ പോലും എടുത്തിട്ടില്ല. അതിന് മുന്നേ സിസ്റ്റം കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് ആണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്നൊക്കെ കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് ഓരോ ബ്രാൻഡിങ്ങുകളും ബ്രോഷേഴ്സും പരസ്യങ്ങളൊക്കെ ചെയ്തിരുന്ന വെച്ചാൽ കളറൊക്കെ അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ സ്പ്രേ ഗണ്ണിൽ വെച്ചിട്ടാണ്. നമ്മുടെ വിരലിൽ അത്ര ഉള്ള സ്പ്രേ ഗൺ, വണ്ടിക്കൊക്കെ അടിക്കില്ല. അതിൻ്റെ ഒരു ഇന്ത്യൻ വെർഷനും ജാപ്പനീസ് വെർഷനൊക്കെ ഉണ്ട്. അന്ന് ഡിവൈസുകളും കാര്യങ്ങളൊന്നും ഇല്ലില്ല, സിസ്റ്റം പോലും ഇല്ല ഡിസൈൻ ചെയ്യാനെങ്കിൽ. എല്ലാം ബ്രാൻഡിങ്ങും ലോഗോസും ഒക്കെ മാനുവലി 000 ബ്രഷിന് വരച്ചാണ് എടുക്കുന്നത് ശരി പേപ്പറിൽ. എന്നിട്ട് ആ സമയങ്ങളിലൊക്കെ എൻ്റെ ഡിഫിക്കൽട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെർസെൻറ്റേജുകൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കളർ സ്കീംസ് അടക്കം കളർ കോഡ് ബുക്കുകളുണ്ട്. അതിൽ നോക്കി സാൻ എത്ര, മജന്ത ഇത്ര, യെല്ലോ ഇത്ര, ബ്ലാക്ക് ഇത്ര ഒക്കെയാണ് വന്നതെന്നുള്ളത് നോക്കി അത് നമ്മൾ ഗസ് ചെയ്തിട്ടാണ് ഈ കളറ് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ഗണ്ണിൽ ഒഴിച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ ടിൻറ്റുകളൊക്കെ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ലോഗോ ഒക്കെ ചെയ്യുക, ഒരു ബ്രോഷറൊക്കെ ഔട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഒരു 2 വീക്സ് ഉണ്ട്. ഇന്ന് രാവിലെ ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് പ്രിന്റ് ചെയ്തിട്ട് നമ്മുടെ ഓഫീസിൽ ഷോർട്ട് ടൈമിൽ അത്രയും ടെക്നോളജി ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ആയി. അതിനുശേഷം കമ്പ്യൂട്ടർ വന്നു. കമ്പ്യൂട്ടർ DTP ആണ്, വിന്നടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളുണ്ടായിരുന്നു. അവിടെ സിസ്റ്റം അപ്ഡേറ്റ് ആയി. അവിടെ ഞാൻ തന്നെ പഠിച്ചു പല കാര്യങ്ങളും. അതിനുശേഷം പല ഗ്രാജുവലി എക്സ്പോഷനനുസരിച്ചിട്ട് പല ഏജൻസികൾ മൂവ് ചെയ്ത് സാലറി സ്കെയിലും പൊസിഷനിലും ഡെസിഗ്നേഷനിലും എല്ലാം അതിന് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ 10-25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ സ്വന്തം കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതും കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നാതെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് അത് സെല്ല് ചെയ്ത് അത് മൂവ് ചെയ്ത് ഫ്രീലാൻസ് ക്രിയേറ്റീവ് ഡയറക്ടർ ആൻഡ് ഫ്രീലാൻസ് വിഷ്വൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ സീസോ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, ഇമേജ് റീടച്ചിങ് ആൻഡ് കോമ്പോസിഷൻ.
അതുകൂടാതെ ഫ്യൂസ് പ്രൊഡക്ഷൻ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റീവ് ഏജൻസികൾക്ക് വേണ്ടിയിട്ടും പ്രൊഡക്ഷൻ കമ്പനികൾക്കും വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒരു ഏജൻസി. അതിൽ ഷൂട്ടുകളും ക്രിയേറ്റീവ്സും എല്ലാം പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഫൈനൽ ഔട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സിംഗിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നു. ഈ ഷോർട്ട് ടൈം ഈ ഡ്യൂറേഷനിൽ പലരും നിമിത്തങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു ഗ്രോത്ത്, കരിയർ ഗ്രോത്തിനും എല്ലാം. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും സീനിയേഴ്സ് ഒന്നും പറഞ്ഞു തരാനുള്ള മാനസികാവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് എന്ത് ഡൗട്ട് ആണെങ്കിലും യൂട്യൂബിൽ നിന്നും അതുപോലെ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തി. ഇന്നിപ്പോൾ ITL പോയിട്ടാണ് ഇപ്പോൾ എക്സാമ്പിൾ മെക്കാനിക്കൽ പരിപാടികളൊക്കെ പഠിക്കുന്നത്. പണ്ടൊക്കെ ആശാന്മാരുടെ അടുത്ത് പോയി 10 സ്പാനറിന് അടിയൊക്കെ കൊണ്ട് 5-6 വർഷം കഴിഞ്ഞാൽ ടയർ അഴിപ്പിക്കാൻ പോലും പഠിപ്പിക്കുള്ളൂ. ആ സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫേസ് ചെയ്തിട്ടുള്ള, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-25 വർഷത്തോളം ജയിലിലായിരുന്ന പോലെ തന്നെയാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി 12 മണിയാകുമ്പോൾ പ്രൊജക്റ്റ് കഴിഞ്ഞായിരുന്നു. ചിലപ്പോൾ കണ്ടിന്യൂസ് പ്രസൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ 2 മണി വരെയും 2 ദിവസം നിന്നിട്ട് 3-ാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ കോൾഡ് അടിച്ച് പനിയൊക്കെ അടിച്ച് താഴെ വീണിട്ടുണ്ട്. അത്രയും ഇന്നത്തെ ജനറേഷനൊന്നും ആരും നിൽക്കില്ല. നമുക്ക് ടൈം ഒരു അതെ. രാവിലെ എക്സിക്യൂട്ടീവ് ജോബ് പോലെ, വൈറ്റ് കോളർ ജോബ് പോലെ രാവിലെ 10 to വൈകിട്ട് മാക്സിമം പോയ ഒരു 6 to 7, അതിൻ്റെ അപ്പുറം നിൽക്കില്ല ആരും. ഇന്നും പിടിച്ചു നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡിലും പിടിച്ചു നിൽക്കുക. ഇപ്പോൾ 30+ ആയി. ഞാനിപ്പോൾ അറൗണ്ട് 49 ആയി ഏജ്. ഇപ്പോഴും ഇപ്പോൾ AI വന്നിട്ടുണ്ട്. AIയും അപ്ഡേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ടീംസിൻ്റെ അടുത്ത് ഞാൻ പിള്ളേരുടെ അടുത്തും പറയുന്നുണ്ട്, ഓഫീസിൽ. അപ്പോൾ അതിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഞാനിപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കുന്ന എൻ്റെ ഒരു വിശ്വാസം, ഞാനിതിനൊരു ജോബായിട്ടല്ല കണ്ടേക്കണം, ഞാനിതിനൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് കണ്ടേക്കുന്നത്. അതുകൊണ്ട് എനിക്കതൊരു മടുപ്പുളവാക്കുന്നില്ല. ഓരോ പ്രോജക്റ്റുകളും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ള വർക്ക്. എനിക്ക് ഏറ്റവും എപ്പോഴും ഓരോ പ്രോജക്റ്റുകളും എന്തെങ്കിലും ചാലഞ്ചിങ് ആയിട്ടുള്ള വേണം. അതാണ് എൻ്റെ ഫീൽ. അതെ, അത് നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഡീപ്പായി ഇറങ്ങി നിന്ന് ചെയ്യുന്നു. അതാണ് എൻ്റെ ഒരു ഷോർട്ട് ടൈം കമ്മ്യൂണിക്കേറ്റ് ആവുന്ന രീതിയിലാണെങ്കിൽ ഒരു 30 years. ഈ ക്രിയേറ്റീവ് ഡയറക്ഷൻ അതുപോലെ വിഷ്വൽ കൺസൾട്ടന്റ് എന്ന് പറയുന്ന ഈ ഒരു കരിയർ ചൂസ് ചെയ്യാൻ ചേട്ടനുണ്ടായിട്ടുള്ള ഒരു മോട്ടിവേറ്റ് എന്താണ്? വിഷ്വൽ കൺസൾട്ടൻറ്റ് എന്നുള്ളൊരു സ്പേസിൽ വർക്കൗട്ട് ചെയ്യാനുള്ളത്, എനിക്ക് വിഷ്വലുകൾ ഭയങ്കര ഇഷ്ടമുള്ള. വിഷ്വലുകൾ കാണുന്ന വെച്ചാൽ ട്രാവൽ ചെയ്യും, വിഷ്വലുകൾ ട്രാവൽ ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യും, ഡിഫറെൻറ്റ് ഏരിയാസ്, ഭയങ്കര വിഷൻ. അപ്പോൾ വിഷ്വൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എക്സ്പെഷ്യലി ഒരു നോർമൽ വിഷ്വൽ എന്നുള്ളതിനേക്കാളും എൻ്റെ പ്രോജക്റ്റുകളിലെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഒരു സെമി കൺസെപ്ച്വൽ ആയിട്ടുള്ള വിഷ്വൽ ത്രൂ ആണ് എൻ്റെ ക്യാമ്പയിൻസ്, പ്രോജക്റ്റുകളെല്ലാം ഇറങ്ങുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അത്തരം മേഖലയല്ല, കൺസെപ്ച്വൽ വിഷ്വൽ ത്രൂ കമ്മ്യൂണിക്കേഷൻ ത്രൂ കൺസെപ്ച്വൽ വിഷ്വൽ. അപ്പോൾ ഒരു നോർമൽ എക്സാമ്പിൾ, ഒരു ടെക്സ്റ്റൈലിൻ്റെ പരസ്യമാണെങ്കിലും ജ്വല്ലറിയുടെ പരസ്യമാണെങ്കിലും യൂഷ്വലി കാണിക്കുന്നതൊന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് യൂണീക്കായിട്ട് ചെയ്താലാണ് ആ ബ്രാൻഡ് നോട്ടീസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനിടുന്ന എഫർട്ട് എക്സ്ട്രാ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വിഷ്വൽ കൺസൾട്ടൻറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ ക്രിയേറ്റീവ് ഡയറക്ഷൻ തന്നെ അതിനെ കുറച്ചും കൂടി ഒരു ഡിഫറൻഷിയേറ്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മേഖലയാണ്. അതിലൊരു യുണീക്നെസ്സും ഉണ്ട്, എന്നാൽ അധികം പേരില്ല താനും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്പേസും ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബ്രാൻഡിലും കൂടി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. വിഷ്വൽ കൺസൾട്ടന്റ്. യെസ്. ക്രിയേറ്റീവ് ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിയേറ്റീവ് ഡയറക്ഷൻ ഇപ്പോൾ എന്താ പറയുക, സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ MBBS എടുത്തു കഴിഞ്ഞാൽ ഡോക്ടറായി. അത് കഴിഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു തീം ഫോക്കസ് ചെയ്യുമ്പോൾ മീൻസ് ഏതെങ്കിലും ഒരു മേഖല, ചൈൽഡിൻ്റെയോ ആണോ ഓങ്കോളജിയോ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴാണ് അതിൽ എഫിഷ്യൻ്റ് ആണ്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ, ഒരു DGP ഓട്ടോമാറ്റിക് ആകില്ല. ഗ്രാജുവലി എൻ്റെ എഫർട്ടും ആ ട്രെയിനിങ് കഴിഞ്ഞ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റേഷനിലായി കഴിഞ്ഞാൽ
വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ഗ്രേഡ് കൂടി SI CI അങ്ങനെ കയറി വരുന്നത്. അപ്പൊ ഇവിടെ ഒരിക്കലും ഒരു ക്രിയേറ്റീവ് ഡയറക്ഷൻ കോഴ്സ് എവിടെ പഠിപ്പിക്കുന്നില്ല. നമ്മളത് കിട്ടുന്ന എക്സ്പോഷറും അറിവുകളിൽ കൂടിയാണ് അത് ആ ഒരു പൊസിഷൻ വരുന്നത്. അതെ അതെ അതെ. ഒരു ആർട്ടിസ്റ്റ്, വിഷ്വലൈസർ, സീനിയർ വിഷ്വലൈസർ, ആർട്ട് ഡയറക്ടർ, പിന്നെ 2 കാറ്റഗറിയാണ്. ഒന്ന് റൈറ്റർ CD ക്രിയേറ്റീവ് ഡയറക്ടറും ആർട്ട് ക്രിയേറ്റീവ് ഡയറക്ടറും. എനിക്ക് കൂടുതൽ എൻ്റെ സ്പേസ് കുറച്ചുകൂടെ ഒരു ആർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ആർട്ട് ക്രിയേറ്റീവ് ഡയറക്ടറാണ്. അപ്പം ഇങ്ങനെ 2 സ്പേസിലാണ് ഇപ്പോൾ ക്രിയേറ്റീവ് ഡയറക്ഷൻ ആൻഡ് വിഷ്വൽ കൺസൾട്ടൻറ്റ് 2 സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 30-31 വർഷമായിട്ട് ജേസൺ ചേട്ടന് ഈ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലുണ്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു കാലത്ത് നിന്നും ഇന്ന് എത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ക്രിയേറ്റീവ് ഫീൽഡിൽ? എല്ലാ ക്വസ്റ്റ്യൻസും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയണതിനേക്കാളും ഞാൻ ഒരു പോയിന്റ് ആയിട്ട് പറയാം. ഒരു പോയിന്റ് ഇതിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയെന്ന് വെച്ചാൽ, പണ്ട് മീൻസ് ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് സമയങ്ങളിലൊക്കെ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനൊരു വിഷ്വലും മനസ്സിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെഫറൻസുകൾ ഇന്നാണെങ്കിൽ നെറ്റിൽ തപ്പി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം സുഖമായിട്ട്. പക്ഷെ അന്നെന്ന് വെച്ചാൽ സ്ട്രീറ്റിൽ സെല്ല് ചെയ്യുന്ന ഫോറിൻ യൂസ്ഡ് ബുക്സ് ഉണ്ട്. അതെല്ലാം സെക്കൻഡ് ഹാൻഡ് വിലക്ക് മേടിച്ചിട്ട് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെഫറൻസുകൾ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ ഐഡിയനെ ആ ലിമിറ്റേഷനുള്ള വിഷ്വൽ വെച്ചിട്ടാണ് നമ്മൾ പ്രോജക്റ്റുകൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ലൈബ്രറി ഉണ്ട്, ഏലൂർ ലെൻഡിങ് ലൈബ്രറി. ഇങ്ങനെയുള്ള ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കത്തുണ്ടാവും കമ്പനി. ആ മെമ്പർഷിപ്പിൽ അവിടെ ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ജ്വല്ലറി ആണെങ്കിലോ ഐസ്ക്രീമിൻ്റെ ആണെങ്കിലോ ടെക്സ്റ്റൈൽ ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ സ്പെസിഫിക് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ആണെങ്കിലോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വിഷ്വൽസ് എന്തിൽ കിട്ടുമെന്നുള്ളത് കുത്തിയിരുന്ന് ഒരു ഡേ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഒരു 5-6 ബുക്ക് അത് റെൻ്റുണ്ട്. അത് കൊണ്ടുവന്ന് സ്കാൻ ചെയ്തിട്ട് സിസ്റ്റത്തിലിട്ട് വർക്ക്. അത് കമ്പ്യൂട്ടർ വന്നതിന് മുമ്പാണെങ്കിൽ അത് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കും. മാസ്റ്ററായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ആർട്ട് വർക്കിൽ പ്ലേസ് ചെയ്യുന്നത്. ഇന്നത്തെക്കാട്ടിലും പ്രോസസ് കളർ ഉണ്ട് കൊച്ചിയിൽ, പിന്നെ ചെന്നൈയിൽ പ്രിന്റ് സിസ്റ്റം ഉണ്ട്. ഇവിടെയൊക്കെയാണ് ആർട്ട് വർക്ക് കൊടുത്ത് അവിടെ ഫിലിം അടിച്ച് ആ ഫിലിം എൻ്റെ പ്രൂഫ് ഒരെണ്ണം വരും ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൈനൽ ആക്കും അവർ. എന്നിട്ട് അത് കൊറിയർ ചെയ്തിട്ടാണ് CD നമ്മളിവിടെ നിന്ന് അയച്ചു കൊടുത്ത CDയും ഫിലിമും പ്രൂഫും കൂടി കൊറിയർ ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ മെറ്റീരിയൽസ് ആണ് വനിതക്കും പത്രത്തിലും എല്ലാം കൊടുക്കുന്നത്. അത്രയും ടൈം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ ഒരു എഫർട്ട്, റെഫറൻസ് എടുക്കാനുള്ള എഫർട്ടുകൾ പിന്നീട് അത് വന്നപ്പോൾ സിസ്റ്റത്തിൽ വന്നപ്പോഴത്തേക്കും ഞാൻ പല കമ്പനികളിലും മാറുമ്പോൾ എനിക്ക് ഫോൾഡറുകളായി. മീൻസ് പേപ്പർ ഫോൾഡറുകൾ. അതിൽ ഫയൽസായി. അതിൽ ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ തോട്ട്സും വിഷ്വലുകളും ഇലസ്ട്രേഷൻ എക്സിക്യൂഷൻ സാധനങ്ങൾ ഐഡിയ പരമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഫോൾഡറിലാക്കും. പിന്നീട് അത് ഇപ്പോൾ അത് എൻ്റെ ഐപാഡിൽ ഓരോ ഫോൾഡറുകളിലായി. അന്ന് അത് നമ്മൾ കയ്യിലെടുത്ത് വെക്കാം. അതെ അതെ അതെ, സിസ്റ്റത്തിൽ ഫോൾഡറുകളാക്കി. അതെ അതെ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ആ ഫയൽസ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ഐഡിയ വരുമ്പോൾ ഇന്ന വിഷ്വൽ യൂസ് ചെയ്യാം എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. അന്ന് അത്രയും മറ്റേ പിൻട്രസ്റ്റ് പോലത്തെ റെഫറൻസ് സൈറ്റുകളോ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. സിസ്റ്റം ഉണ്ടെങ്കിലും നെറ്റ് ഉണ്ടെങ്കിലും. പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി വളർന്നു വന്നു, ഒരുപാട് വളർന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിലുള്ള മീൻസ് പ്രൊഡക്ഷൻ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നവർ, ഈവൺ കോപ്പി റൈറ്റേഴ്സ് പോലും ശരി, വെബ് ഡിസൈനേഴ്സ്, ഇവർക്കൊക്കെ ഒരു പേടി വരുന്ന ടൈപ്പ് അവരുടെ ഒരു കരിയറിൽ എന്താകും എന്നുള്ള ഒരു ഇങ്ങനത്തെ ഒരു മൂഡിലാണ് ഇന്ന് നിൽക്കുന്നത്. അത് ഇന്ന് പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എല്ലാം കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് കുറച്ച് പരിമിതികളുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള. പക്ഷേ ഇതിലും ഷൂട്ട് ചെയ്തപ്പോൾ ചെയ്ത് ലൈവായിട്ട് ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിഫറെൻറ്റ് പോസുകൾ ട്രൈ ചെയ്തിട്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ AI വെച്ചിട്ട് നമുക്ക് കിട്ടില്ല. സത്യമാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില പ്രോജക്റ്റ് വിഷ്വൽസോ വീഡിയോസോ ഒക്കെ ആണെങ്കിൽ നമുക്കത് അതിനെ ഷോർട്ട് ടൈം ഡെവലപ്പ് ചെയ്തെടുക്കാം. പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ള. അതായത് നമ്മുടെ ഒരു ഒബ്സർവേഷനും നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയിലും ചെയ്യുന്നത് അത്രയും ഡിഫറെൻ്റ് ആണെന്നുള്ളത് തന്നെയാണ്. അതെ അതെ. ഇത് നമ്മൾ നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ തല വർക്ക് ചെയ്തിട്ട് ഐഡിയ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ തന്നെ എഫർട്ട് ഇട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം
അത് വേറെ. ഇവിടെ എന്ന് വെച്ചാൽ ടെക്നോളജിക്ക് പ്രോംപ്റ്റ് കൊടുത്ത് ടെക്നോളജിയെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ആണ് നമ്മൾ ഔട്ടർക്ക്. അപ്പൊ ഈ പ്രോംപ്റ്റിൽ തന്നെ നെഗറ്റീവ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, പോസിറ്റീവ് നെഗറ്റീവ് അടിച്ച് ചെയ്യുമ്പോഴുള്ള ഡിഫിക്കൽട്ടുകളും ടാസ്കുകളും അതിന് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പുതിയ ഒരു പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാം, നമ്മളത് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഐഡിയ ആലോചിക്കണം. അവനെ കൊണ്ട് ആലോചിപ്പിക്കരുത്, അവനെ കൊണ്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. ഐഡിയ എപ്പോഴും എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം. ഒരു പോയിന്റൂടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നേരത്തെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള തമാശക്കാണെങ്കിലും നെല്ലിക്ക കൊട്ട ചൊരിഞ്ഞ പോലെയാണ് MBA-ക്കാരും BTech-കാരും എന്നുള്ളത്. ഇതുപോലെ ഇന്നിപ്പോൾ ഒരുപാട് സിനിമാറ്റോഗ്രാഫി പഠിക്കാനായിട്ടുള്ള ഫിലിം ഫീൽഡിലേക്കുള്ള ഒരു ഡിസൈനേഴ്സ്, ഒരുപാട് ഡിസൈൻ കോഴ്സുകളുണ്ട്, ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്, ലോങ് ടൈം കോഴ്സുകളുണ്ട്. അത് സെക്കൻഡറി, എന്താണെന്നുള്ളത് പിന്നെ നോക്കാം. എന്നിരുന്നാലും ഒരുപാട് ഡിസൈനേഴ്സും ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും കൂടി അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഏജൻസികളില്ല, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ചെയ്യാൻ ലീഡർ വേണം. ശരി, കുറേ ഡിസൈനേഴ്സ് കൂടി ഒരു ഏജൻസി ആയില്ല, ഒരു തോട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതിലൊരു സീനിയർ എക്സ്പോഷർ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ വേണം. അപ്പോൾ അതിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളതൊന്ന്, അവർ എല്ലാം ഏജൻസിയിലേക്ക് തന്നെ ഫോക്കസ് എന്നുള്ളതിനേക്കാളും ഇപ്പോൾ MBBS എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല മേഖലയിലേക്കും ഡോക്ടേഴ്സ് സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യും. ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഓങ്കോളജി, മറ്റേ ചൈൽഡ്, ഹാർട്ടിൻ്റെ, വെയിൻസ്, പ്ലാസ്റ്റിക് സർജറി, ഇങ്ങനെയൊക്കെ. ഇതുപോലെ തന്നെ 360 അഡ്വർടൈസിങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഡിസൈനർ എന്നുള്ളതാണെങ്കിൽ പ്രൊഡക്റ്റ് ഉള്ളിടത്തോളം കാലം ബ്രാൻഡിങ് വേണം, പാക്കേജ് ഡിസൈൻ വേണം. എന്ത് വന്നാലും ശരി, ബ്രാൻഡിങ്ങും വേണം, പ്രൊഡക്റ്റ് ഉള്ളപ്പോൾ എന്നാലേ അതിനെ ആ ഷർട്ട് അല്ലെ കോസ്റ്റ്യൂമിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമുക്കത് മാർക്കറ്റിൽ നെഞ്ചും പിരിച്ച് റാക്കിൽ ഇരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസൈനറാണ് ഫോക്കസ് ചെയ്യുന്നത്, ഡിസൈൻ ഒറ്റയ്ക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്യാം, ബ്രാൻഡിങ്, പാക്കേജ് ഡിസൈൻസ്, അങ്ങനത്തെ ബ്രോഷർ, പല സാധനങ്ങൾ. മറ്റേതൊരു വിഭാഗം ശരിക്കും പറഞ്ഞാൽ ഒരു 360 അഡ്വർടൈസിങ്, ബ്രാൻഡിങ്ങും പാക്കേജിങ്ങും അതിനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, പരസ്യങ്ങളും ക്യാമ്പയിൻസും TVCയും റീൽസും ഡിജിറ്റലും എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ. അപ്പോൾ ഇനി വേണമെങ്കിൽ സ്പേസ് ഡിസൈൻസ് ഉണ്ട്, സ്പേസ് ഡിസൈനേഴ്സ് ഉണ്ട്. വേറെ ഡിസൈൻ സ്പേസിലുള്ള പല മേഖലകളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. അല്ല എല്ലാവരും പറയുന്നു അഡ്വർടൈസിങ്, നമ്മളും അതിന് ഫോക്കസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു മെമ്മറബിൾ പ്രൊജക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ഏതായിരിക്കും? അതിൻ്റെ ഒരു ഐഡിയയിൽ നിന്നും ആ ഒരു എക്സിക്യൂഷൻ വരെയുള്ള ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും യേശുനേട്ടൻ പറയുകയാണെങ്കിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം A to Z എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്നാലും ഏറ്റവും കൂടുതലും എനിക്ക് ഓർത്തിരിക്കാനും ഹാപ്പി ആയിട്ടുള്ളതും എന്ന് വെച്ചാൽ, ഇപ്പം പെട്ടെന്ന് ആലോചിച്ചപ്പോൾ വരുന്നത് കേരള ടൂറിസം ചെയ്യുന്ന സമയങ്ങളിൽ കേരള ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് വാട്ടർ വേൾഡ് ഓൺ എർത്ത് എന്നുള്ള ഒരു വലിയൊരു പ്രൊജക്റ്റായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതല്ല, അഡ്വർടൈസിങ് റിലേറ്റഡ് അല്ലാത്ത, ബ്രാൻഡിന് വേണ്ടി ചെയ്തിട്ടുള്ള അല്ലാത്ത മെമ്മറബിൾ പ്രൊജക്റ്റുകളിൽ 2 എണ്ണം പെട്ടെന്ന് എടുത്തു പറയാവുന്നത്. ഒന്ന് പോത്ത് ഹോൾസ്, കേരളത്തിലെ റോഡിലെ കുഴികൾക്കെതിരെ ചെയ്ത ഒരു കാലൻ കുഴി ക്യാമ്പയിൻ. പിന്നെ കേബിളുകൾ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ പറയാം, പോസ്റ്റുകളിൽ കുരുങ്ങി കിടക്കുന്ന സർക്കിളായിട്ടുള്ള കേബിളുകളുണ്ട്. ഇതുണ്ടാക്കുന്ന നൂലാമാലകളും അതുമായിട്ട് ബന്ധപ്പെട്ട ആക്സിഡൻറ്റുകളും ഡെത്തുകളും എല്ലാം വർഷങ്ങളായിട്ട് നമ്മൾ കാണണം. അതിലിപ്പോൾ പോത്ത് ഹോൾസിൻ്റെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, കുറച്ചൊന്ന് പറയുകയാണെങ്കിൽ, ഈ സമയങ്ങളിലൊക്കെ നമ്മൾ പലരായിട്ടും രാഷ്ട്രീയമായിട്ട് പരമായിട്ടും പൊതുവായിട്ട് മീൻസ് ഇൻഡിവിജ്വലായിട്ടും എല്ലാം റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ പുറയിലേക്ക് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നും ആരും ചെയ്യാൻ പോയിട്ടില്ല. സമരങ്ങൾ നടത്തുന്നുണ്ട്, ധർണകൾ നടത്തുന്നുണ്ട്, പന്തംകുളത്തി പ്രകടനം നടത്തുന്നുണ്ട്, വാഴ നടുന്നുണ്ട്. ഇതെന്നാലും ഹോളുകൾ സംഭവിക്കും, പോത്ത് ഹോൾസ് എല്ലാം ഉടനീളം. ആ സമയങ്ങളിൽ അവിടെ ടെമ്പററി ആയിട്ടുള്ള പരിപാടികൾ നടക്കും, ചിലപ്പോൾ പെർമനൻ്റ് ആയിരിക്കാം, അറിയില്ല. എന്നിരുന്നാലും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ, ഈ സമയം ട്രാവൽ ചെയ്യുമ്പോഴുള്ള എൻ്റെ ഫ്രണ്ടിൽ പെട്ടിട്ടുള്ള ഇൻസിഡൻറ്റുകളും ആക്സിഡൻറ്റുകളും ഡെത്തുകളും, പാലാരിവട്ടം മെട്രോ സ്റ്റേഷന് മുമ്പിലുള്ള ഒരു കപ്പിൾസ് ട്രാവൽ ചെയ്യുമ്പോൾ സ്ലാബിൻ്റെ ഇടയിൽ തന്നെ, റോട്ടിൽ തന്നെ അതിൻ്റെ ഇടയിൽ ടയർ, ഞാൻ സ്ഥിരം കാണാറുള്ളതാണ്. എപ്പോഴും ഞാനത് ആലോചിക്കാറുണ്ട്. ഞാൻ ട്രാവൽ ഫ്രണ്ട്സായിട്ട് സംസാരിക്കാറുള്ളതാണ്.
അവിടെ അവർ ആ ടയറിൻ്റെ ഇടയിൽ കുടുങ്ങി ട്രാഫിക്കിൻ്റെ ഇടയിൽ. അപ്പോൾ അവർ വീണു, സ്വാഭാവികമായിട്ടും വീണ് തല അടിച്ച് അവിടെ തന്നെ അന്ന് സെല്ലിങ് ആയി. എസ്പെഷ്യലി ഇപ്പോൾ ഒരു നമ്മുടെയൊക്കെ സീനിയേഴ്സ്, ചേച്ചിമാർ, അമ്മമാരൊക്കെ ഇപ്പോൾ പഠിച്ച് ലൈസൻസ് കിട്ടി അവർ കാല് രണ്ടും പുറത്തിട്ട് ഓടിക്കുന്ന ആളുകളായിരിക്കും. ഇവരൊക്കെയാണ് പെട്ടെന്ന് ഇത്തരം ഇമ്മീഡിയറ്റ്ലി ഉള്ള പോത്ത് ഹോൾസുകൾ കുരുങ്ങി ആക്സിഡൻ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നു. അവർ കാണുന്നുണ്ടാവില്ല. അതെ അതെ അതെ. പിന്നെ ഒരു തവണ ഷോപ്പിംഗ് കഴിഞ്ഞ് ഒബ്രോൺ മാളിൽ നിന്ന് ഇറങ്ങിയ സമയത്തും വെള്ളം സർവീസ് റോഡിൽ ഒരു റോഡിൻ്റെ ലെവലിൽ കിടക്കുകയാണ്. ഒരു വലിയ കുഴിയുണ്ടെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ വൈഫും കൂടി ബൈക്കിൽ ബുള്ളറ്റിൽ വന്ന സമയത്ത് ഈ കുഴി കാണാതെ വീഴാൻ പോയി. അതത്രയും യൂസ്ഡ് ആയതുകൊണ്ടാണ്, എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ ബാലൻസ് ചെയ്ത് നിന്നത്. ആ മഴയത്ത് ഞാൻ വട്ടം വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് ഓരോ സർവീസ് റോഡിൽ കൂടി വണ്ടി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഞാനവിടെ വെട്ടിയിട്ട ചില്ലകളൊക്കെ കൂടി അതിൻ്റെ ഉള്ളിൽ മഴയത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഈ അന്ന് ഞാൻ വിചാരിച്ചാണ് ഇതിന് എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ ചെയ്യണം. അപ്പം ഞാനും വൈഫായിട്ടും രാവിലെ ട്രാവൽ ചെയ്യും പല സ്ഥലങ്ങളിലും. കണ്ടെയ്നർ ടെർമിനൽ റൂട്ടിലുള്ള പോത്ത് ഹോൾസും കത്രിക്കടവിലുള്ളതും ദമ്മനം ഈ അറൗണ്ട് ഈ എനിക്ക് ആക്സസ് ഉള്ള ഷൂട്ട് ചെയ്യാൻ പറ്റിയ മൊബൈലിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് റോട്ടിൽ ഞാൻ വരച്ചില്ല. റോട്ടിൽ വരയ്ക്കാതെ അത് സിസ്റ്റത്തിലൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അതിനെ ഇമേജ് മാനിപ്പുലേഷൻ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സാധനം ഡെവലപ്പ് ചെയ്തത്. കാലന്റെ രൂപത്തിലോട്ട്. അതെ അതെ, കാലന്റെ കുഴി. അത് ഒരു കാലന്റെ രൂപത്തിലാണ്, ഒരു വാ പൊളിച്ച് നിൽക്കുന്ന ഒരു കാലൻ. അപ്പോൾ ഈ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വർഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പബ്ലിക്കിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. അതൊരു ബ്രാൻഡിന് വേണ്ടിയിട്ടല്ല. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ പേജിൽ ഞാൻ ഷെയർ ചെയ്തു. അത് പലരും ഒരുപാട് ഷെയറുകൾ പോയതാണ്. ചാനലുകളും പത്രങ്ങളും അത് കവർ ചെയ്തായിരുന്നു. ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു അവാർഡിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഞാനൊരു പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ അത് ഒരു പരിധിവരെ നല്ല ഡിഫറൻസ് ഉണ്ടാക്കി. ബിഫോർ ആഫ്റ്റർ ഞാൻ ഇമേജസും ഞാൻ ഇട്ടാണ്. നെക്സ്റ്റ് ഡേ തന്നെ പോത്ത് ഹോൾസ് പല സ്ഥലങ്ങളിലും കവർ ചെയ്തിട്ടുള്ളത് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റി എന്നുള്ളൊരു ഭയങ്കര സന്തോഷമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളാണെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്. അതെ അതെ. പക്ഷെ ആർക്കും ചിലർക്കൊന്നും ഇത് പ്രതികരിക്കാൻ പറ്റിക്കോണമെന്നില്ല. ഇപ്പൊ ജേസൺ ചേട്ടനാണെങ്കിൽ ജേസൺ ചേട്ടന്റെ ആ ഒരു ഒബ്സർവേഷനും ആ ഒരു ക്രിയേറ്റിവിറ്റിയും കൊണ്ട് ഈ ഒരു സംഭവത്തിന് എതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ്. വളരെ നല്ലൊരു കാര്യമാണത്. അതും ഈ പറഞ്ഞ പോലെ ഒരു സെമി കൺസെപ്ച്വൽ വിഷ്വൽ ത്രൂ കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ ആളുകൾക്ക് അതൊരു പുതുമയായി, ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ശരിക്കും. ഒരുപാട് പേര് പേഴ്സണലായിട്ട് വിളിച്ചിട്ടും മെസ്സേജ് വഴിയും എല്ലാം പല സ്ഥലങ്ങളിൽ നിന്നും എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവരൊക്കെ മെസ്സേജ് വിടുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. ഇനി ശരിയാണ്. അതിലേ കൂടി എനിക്ക് 2-3 അവാർഡ്സും എനിക്ക് വിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അവാർഡ്സും കിട്ടിയിരുന്നു. അപ്പം ഈ ഒരു ഇതുപോലെ തന്നെ കേബിൾ ക്യാമ്പയിനും അതിനും ഇതുപോലെ തന്നെ ഞാൻ എഫർട്ട് ഇട്ട് എക്സ്ട്രാ ആ സമയങ്ങളിലൊക്കെ ഇഷ്യൂ ആയിട്ടാണെന്ന് വെച്ചാണ്. പിന്നെ ഇപ്പോഴും ചെയ്യാൻ നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പട്ടി ശല്യമുണ്ട് അല്ലേ, ശല്യങ്ങളുണ്ട്. ഇതുപോലെ പിന്നെ റോഡുകൾ വീതി കൂട്ടിയിട്ടും ഇപ്പോഴും നെഞ്ചും വിരിച്ച് നിൽക്കുന്ന പോസ്റ്റുകളുണ്ട്, മാറില്ല ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനാണ് എന്നുള്ള ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കാം. നമ്മളെ ക്രിയേറ്റിവിറ്റി നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഉറപ്പായിട്ടും. ഒരു ഡിസൈനറിൽ നിന്നും ജേസൺ ചേട്ടന് ഈ ഒരു ക്രിയേറ്റീവ് ഡയറക്ഷനിലോട്ട് വന്ന ആ ഒരു വളർച്ചയെ കുറിച്ച് ജേസൺ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഒരു ഡിസൈനറിൽ നിന്നും ഒരു ക്രിയേറ്റീവ് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു എഫർട്ട് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കള്ളനായിട്ട് ജനിക്കുന്നില്ല, സാഹചര്യമാണ് അവനെ കള്ളനാക്കുന്നത് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ആൻസറാണ്. അതിന് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു കോൺസ്റ്റബിളിൽ നിന്നും IG DIG ലെവലിലേക്ക് പോകുന്ന, നമ്മൾ DIG ഒന്നും ആയിട്ടില്ല, ഇപ്പോഴും CI ആണ്. എന്നാലും നേരത്തെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിൽ സീനിയർ നാഷണൽ CD ഉണ്ട്, നാഷണൽ ക്രിയേറ്റീവ് ഡയറക്ടർ. അപ്പോൾ നാട്ടിലെങ്ങും പാട്ടായി. അപ്പോൾ ഈ റൈറ്ററെ കൊണ്ട് ശരിക്കും എക്സാമ്പിൾ പറഞ്ഞാൽ ജൂനിയർ റൈറ്റേഴ്സിനെ കൊണ്ട് ബ്രീഫ് കൊടുത്ത് ചെയ്യിപ്പിക്കും. അപ്പോൾ അതൊരു ക്രിയേറ്റീവ് ഡയറക്ടർ അല്ലെങ്കിൽ ആ നാഷണൽ കോപ്പി CD ഹെഡ് അവരാണ് ഫൈനൽ അതിലൊരു കണ്ടന്റ് ഉണ്ട്, നാട്ടിലെങ്ങും പാട്ടായിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രാൻഡ് വരുമ്പോൾ നാട്ടിൽ മൊത്തം പാട്ടായി എന്ന് പറയും.
ഒരു പൊസിഷനിങ് ലൈനുണ്ട്. കേരളം കണി കണ്ടുണരുന്ന നന്മ, മിൽമ എന്ന് പറയുമ്പോൾ അതിലൊരുപാട് ഡെപ്തുള്ള, അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ബ്രീഫ് ചെയ്യുമ്പോൾ ജൂനിയേഴ്സിനെ, ഡയറക്ടേഴ്സിനെയും എല്ലാം വിളിച്ച്, വിഷ്വലൈസറേയും റൈറ്റേഴ്സിനെ എല്ലാം വിളിച്ച് ബ്രീഫ് ചെയ്യുമ്പോൾ ഒരുപാട് ഐഡിയാസ് വരും. അത് അവർക്കറിയില്ല ഇത് ഇത്ര ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന സാധനമാണ്, അല്ലെങ്കിൽ ഇതിന് ഇത്ര ലക്ഷം രൂപ, ഇത്ര രൂപക്ക് ചെയ്യാൻ പറ്റും, കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്ന് അവർക്കറിയില്ല. അപ്പോൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ ക്ലയൻറ്റിന് എന്താണ് ആവശ്യം, ഫസ്റ്റ് ഇതാ എപ്പോൾ കൊടുക്കണം, എന്താ ബഡ്ജറ്റ് ഉള്ളത്, ആ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഐഡിയാസിന് മാത്രമേ പ്രസക്തിയുള്ളൂ. അപ്പോൾ അത് ഡിസിഷൻ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസാണ്. അതിനൊരു പൊസിഷൻ കൊടുത്തിരുത്തിക്കുന്നതാണ് CD എന്നുള്ളത്, മനസ്സിലായി? അത് ഡയറക്ടറിന് അറിയാം, എക്സ്പോഷർ കിട്ടിയിട്ടുള്ള പ്രൊഡക്ഷനിലെ ലൈൻ പ്രൊഡ്യൂസർക്ക് അറിയാം ഇത് ഈ ബഡ്ജറ്റിൽ നിൽക്കുള്ളൂ എന്നുള്ളത്, മനസ്സിലായി? അപ്പോൾ ഈ ഡിസൈനറിൽ നിന്നും അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും ഈ ഒരു ലെവലിലേക്ക് വരുമ്പോഴുള്ളൊരു കിട്ടിയിട്ടുള്ള എക്സ്പോഷറുകളുടെയും എക്സ്പീരിയൻസിൻ്റെയും ആയിട്ടുള്ള ഒരുപാട് ഡിഫറൻസുകളുണ്ട്. നമ്മൾക്കത് ബ്രീഫ് ചെയ്യുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഐഡിയാസ് വരും എക്സ്പോഷറിൽ. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഫാദർ മെക്കാനിക്കാണ്, ബുള്ളറ്റ് മെക്കാനിക്ക്, എൻ്റെ വണ്ടികളെല്ലാം പണിയണ പുള്ളിയാണ്. അപ്പോൾ മൂപ്പര് സ്ക്രൂ ഡ്രൈവർ ഒരു പാട്ട് ഏരിയയിൽ വെച്ചിട്ട് സ്റ്റെതസ്കോപ്പ് പോലെ വെച്ചിട്ട് ചെവിട്ടിൽ വെച്ചിട്ട് പറയും കറക്റ്റായിട്ട് ഇതിൻ്റെ വാഷർ മാറ്റിയാൽ മതി. അത് ഒരു ജൂനിയർ മെക്കാനിക്കിന് അത് കിട്ടില്ല, അത് അയാളുടെ എക്സ്പീരിയൻസ് ആണ്. അതെ. അപ്പോൾ അതിനാണ് ആ ഒരു സീനിയോറിറ്റി, ഒരു ജൂനിയർ എന്നുള്ളത് പേരിൽ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇന്ന ഷോർട്ട് ടൈമിൽ നല്ല എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവൻ അപ്പം അറിയാൻ പറ്റും ഇതാണ് ഐഡിയ, ഇതാണ് ആ ബ്രാൻഡിന് വേണ്ടത്, ഇപ്പോൾ ഉള്ള ലോഞ്ചിന് വേണ്ടത് ഇതാണ്. അതിന് വേണ്ടിയുള്ള ഫോളോ അപ്പ് ക്യാമ്പയിനാണ് താൻ പറഞ്ഞ ഐഡിയ, അത് ലോഞ്ച് ഐഡിയ അല്ല എന്നുള്ളത് തിരിച്ചറിവുകൾ, അതിന് എക്സ്പോഷർ വേണം. അപ്പോൾ ആ ഒരു CD ഞാൻ പറഞ്ഞില്ലേ, ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ളൊരു പേരാണ്. അന്ന് നാളെ ഞാൻ പോയൊരു ഡയറക്ടറിന്റെ ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വലിയൊരു ഡയറക്ടർ ആവില്ല, അല്ലേ? ശരിയല്ലേ? ശരിയാണ്. ഇപ്പൊ നമ്മള് അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CAയുടെ റൂമിലേക്ക് കയറുമ്പോൾ ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ആ ചെയറിൽ കയറി ഇരുന്ന് നമ്മളിങ്ങനെയൊക്കെ ഇരുന്നോണ്ട് നമ്മൾ കാണിച്ചോണ്ട് CA ആവൂല. ചേട്ടാ, നമ്മുടെ ഫ്യൂച്ചറിലോട്ട് നോക്കുകയാണെങ്കിൽ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, അതിനെ ജേസൺ ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത്രയും എലാബറേറ്റ് ആയിട്ട് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആരുമില്ല. എന്നാലും എൻ്റെ ഒരു ഗസ്സുകളും നിഗമനങ്ങളും വെച്ചിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലയളവുകളിൽ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നതും അതിന് മുന്നിട്ടുമായിട്ടുള്ള കാലയളവുകളിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതിനേക്കാളുപരി ഇനിയിപ്പോൾ നാളെ എന്താണ് എന്ന് പറയാൻ പറ്റില്ല. ആഫ്റ്റർ കൊറോണ ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും. അതിൽ ഇന്നോവേഷൻ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവരാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് തലപുണ്ണാക്കി ആലോചിച്ച് ഒരുപാട് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ AI വന്നു, അതിനെ പേടിക്കുന്നവരുണ്ട്, വളരെ ഹാപ്പി ആയിട്ടുള്ളവരുണ്ട്. എല്ലാ മേഖലയിലും ഇതുപോലെ തന്നെ AIയുടെ ഹെൽപ്പ്. നാളെ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഞാൻ ഗസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഷെയ്ക്ക് ഹാൻഡിൽ കൂടി തന്നെ ഡാറ്റാസ് കോപ്പി ചെയ്യാവുന്ന ടെക്നോളജി വരുമായിരിക്കാം. മീൻസ് ത്രൂ ചിപ്പ്, ബ്രെയിൻ ടു ബ്രെയിൻ നെറ്റ്വർക്കിംഗ് ഉണ്ടാവുമായിരിക്കാം. നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് 40% ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ എന്നുള്ളതാണ്, ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. ബാക്കി 60% റിസർച്ചാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല. പിന്നീട് തിരിച്ചും മറിച്ചും പറയുമ്പോഴാണ് അതൊക്കെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണ്. ഇപ്പം എനിക്ക് മനസ്സിലായി എന്നുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ 40%, ഈ കമ്മ്യൂണിക്കേഷൻ 100% നടക്കാനായിട്ടുള്ള ഒരു ടെക്നോളജി ഇനിയിപ്പോൾ നാളെ ടെക്നോളജിയുടെ ഹെൽപ്പോടുകൂടി ത്രൂ ബ്രെയിൻ ടു ബ്രെയിൻ നെറ്റ്വർക്ക് വരുമായിരിക്കാം. ഞാൻ ചിന്തിക്കുന്നത് തനിക്ക് കറക്റ്റ് കിട്ടും. അങ്ങനെ വന്നാൽ ലോകത്തിൻ്റെ അവസാനമാണോ, അത് വേറെ കാര്യം. ഇതൊക്കെ എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങൾ അതൊക്കെയാണ്. അതല്ലാതെ ഇതെല്ലാം നമ്മളുടെ ഗസ്സുകളും ഈ വിഷ്വലൈസിങ്ങും സ്റ്റോറി വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കഥകളൊക്കെയാണ്. ഇതുവരെ നടന്നിട്ടുള്ള ഇനി നടക്കാൻ പോണ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഊഹിക്കുമല്ലോ, തമാശ രൂപത്തിൽ പറയും. അതിൽ പലതും യാഥാർത്ഥ്യമാകാറുണ്ട്. ഞാൻ നേരത്തെ ഒരു 10 വർഷം മുമ്പ് നേരത്തെ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ 10-15 വർഷം മുമ്പ് ഞങ്ങൾ ഷെൽട്ടർ എന്ന് പറഞ്ഞ നാഷണൽ ക്രിയേറ്റീവ് ഡയറക്ടറുണ്ട്.
ഒപ്പരായിട്ട് പോയി ചായ കുടിക്കാൻ പോകുമ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ, ഞാൻ പുള്ളിയുടെ ആർട്ട് പാർട്ട്ണറായിരുന്നു അന്ന്. ഞാൻ അങ്ങനെ പറയുമായിരുന്നു, നമ്മളൊരു പ്രസൻറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഒരൊറ്റ പെന്നെ നേരെ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ലേസർ നേരെ വാളിലേക്ക്, മറ്റേ സ്ക്രീൻ നേരെ ഒരു ലേസർ ഇങ്ങോട്ട് ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ കീപാഡ് ആയി. ക്ലയൻറ്റ് കിടങ്ങി പോയില്ലേ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ഐഡിയ. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ അത് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയണം. അപ്പോൾ ഈ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ ഈ എന്താ പറയുക, പരീക്ഷകൾ എന്നുള്ളതിനേക്കാളും ഒരു ക്യാപ്ഷൻ ഞാൻ ആലോചിച്ചാണ് പെട്ടെന്ന് നേരത്തെ ചെയ്തറിയാം. പരീക്ഷണങ്ങൾ എന്നുള്ളതിനൊക്കെ പരീക്ഷണങ്ങൾക്കായുള്ള വെമ്പലുകളാണ് ലോകത്തെ മാറ്റിമറിക്കുന്നതെന്നുള്ളത്. അതിൽ നിങ്ങൾ എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റും. പുതിയ ജനറേഷനാണ് കുറച്ചും കൂടി ടെക്നോളജിയുമായിട്ട് ബ്ലെൻഡായിട്ടുള്ളത്, പുതിയ ചിന്താഗതികളുള്ളത്, ഇന്നോവേറ്റീവായിട്ടുള്ള ആരെന്ത് ചെയ്താലും അത് മാർക്കറ്റിൽ, ഇൻഡസ്ട്രിയിൽ ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഇനിയും കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഈ ക്ലയൻസിൻ്റെ ഒക്കെ മൈൻഡ് സെറ്റ് ചേട്ടൻ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്? അതിലിപ്പോൾ എക്സാമ്പിൾ, ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേറെ ഉണ്ടാകും. അപ്പോൾ അതെന്തിരുന്നാലും അത് മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം. അവരെന്ത് ചെയ്യുന്നു, അവരെന്തെല്ലാം ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഇതുവരെ, എന്താണ് ആ ബ്രാൻഡിൻ്റെ യൂണീക്നെസ്. ഒരു യൂണീക്നെസ് ഉണ്ടല്ലോ, ഓരോ ക്യാരക്ടറിനുള്ള പോലെ തന്നെ ഒരു USP ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലയൻറ്റിൻ്റെ മൈൻഡ് മനസ്സിലാക്കണം എന്നുള്ളത്. ബിക്കോസ് ഫൈനൽ അവരുടെ കുട്ടിയെയാണ് നമ്മൾ ഡേ കെയറിൽ ഏൽപ്പിക്കുന്നത് വളർത്താൻ വേണ്ടി. അപ്പോൾ ആ കുട്ടിയുടെ ഇഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് അതിൻ്റെ പാരൻസിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് ആ ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവ്, ആ ക്യാരക്ടർ, അത് ക്ലയൻറ്റിന് എന്നുള്ളതും കൂടി, ആ ക്ലയൻറ്റ് എത്തരം മാനസികാവസ്ഥയിലാണ്, അവരതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ചിലപ്പോൾ ഭയങ്കര ഇന്നോവേറ്റീവ് ഐഡിയാസൊന്നും ആ മാർക്കറ്റിൽ ആവശ്യമുള്ളതായിരിക്കാം, പക്ഷേ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക ബ്യൂട്ടിഫുള്ളായിട്ട്. ദ സെയിം ടൈം ആ ബ്രാൻഡിനെ മാർക്കറ്റിൽ റീച്ച് ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ഐഡിയാസും കൂടി ആയിരിക്കണം. നമ്മുടെ പുതിയ ജനറേഷന്, നമ്മുടെ യങ് ക്രിയേറ്റീവ്സിന് ചേട്ടനൊരു മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ്? ഇന്നത്തെ ജനറേഷൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു കമ്മിറ്റ്മെൻറ്റ് കുറവുള്ള പോലെ തോന്നും. ഒരു റെസ്പോൺസിബിലിറ്റി വളരെ, എല്ലാവരും അല്ല കേട്ടോ, ഞാൻ എല്ലാവരും അടിച്ചമർത്തുകയല്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഐഡിയ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ സജാദും ജെയ്സനും കൂടി ഒരു ഷൂട്ടിൻ്റെ നൈറ്റിൽ പൊറോട്ടയും ബീഫും മേടിക്കാൻ ഇടപ്പള്ളി വരെയും പോയ ആ സമയങ്ങളിലുണ്ടായ ഒരു ഇൻസിഡൻ്റാണ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ. അതിനൊരു സ്റ്റോറിയായിട്ട് കണ്ടെത്താൻ നമുക്ക് കഴിവുണ്ടാവണം. അതിനൊരു തോട്ടായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു മനസ്സ് വേണം. അത് ഐഡിയകൾ എപ്പോഴും ഇപ്പോഴുള്ള ജനറേഷൻ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡിയ നേരെ നെറ്റിൽ കയറി കോപ്പി ചെയ്യുകയാണ് ചെയ്യണം ഒരു പരിധിവരെ, ടൈം സേവ് ചെയ്യാനായിട്ടും. അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടാകണില്ല, ഒരു പുതിയൊരു എക്സിക്യൂഷൻ ഉണ്ടാകണില്ല. അവിടെയാണ് ഒരു ഒറിജിനൽ ഐഡിയ ഡെവലപ്പ് ചെയ്തെടുക്കുക. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആലോചിക്കും ഇത് ഇവിടെ നല്ല പരിചയമുള്ള പോലത്തെ ഒരു സാധനം എന്നുള്ളത്. അപ്പോൾ അതിനേക്കാളും കുറച്ചൊരു എഫക്റ്റ് ഇട്ട് ഈ റെഫറൻസുകൾ ഇൻസ്പിറേഷന് വേണ്ടി മാത്രമാകണം എന്നുള്ള കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് ന്യൂ ഡിസൈനേഴ്സിനോടും ഈ മേഖലയിലേക്ക് വരുന്ന ബിഗിനേഴ്സിനോടും പറയാനുള്ളത്. ഒരിക്കലും കോപ്പി ചെയ്യാനാകരുത്. അപ്പോൾ അത് മറ്റാരോ ചെയ്ത ഒരു സാധനത്തിൻ്റെ കോപ്പിയാവും എന്നുള്ള. ഞാൻ ഒരു പരിധിവരെ ആരെയും ഫോളോ ചെയ്യാൻ പോകാത്തൊരു വ്യക്തിയായിട്ട് എൻ്റെ മേഖലയിൽ ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് ഇഷ്ടങ്ങളുണ്ട്. എൻ്റെ ഇപ്പോൾ വിഷ്വലൊക്കെ ആണെങ്കിൽ ജിം റിക്സൺ, ഇൻസ്പിറേഷന് വേണ്ടിയിട്ടുള്ള സൈറ്റുകളൊക്കെ ആണെങ്കിൽ ഞാൻ കുത്തിയിരിക്കും റെഫറൻസിന് വേണ്ടി. അപ്പോൾ കോപ്പി ചെയ്യാതെ ഒരു നമ്മൾ ഐഡിയ ആദ്യം ഡെവലപ്പ് ചെയ്തെടുത്ത ശേഷം റെഫറൻസുകൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒറിജിനൽ ഐഡിയാസിനെ, ഒറിജിനൽ എക്സിക്യൂഷനെ ജനം, ക്ലയൻറ്റ് നെഞ്ചോട് ചേർക്കും, നോട്ടീസ് ചെയ്യും, വിൻ ചെയ്യും. അതായത് അവരുടെ ബ്രെയിനും അവരുടെ ക്രിയേറ്റിവിറ്റി അവിടെ വർക്കാവുണ്ട് എന്നുള്ളതാണ്. അതെ 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 അതെ. പിന്നെ എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുക, പീപ്പിളിനെ സ്റ്റഡി ചെയ്യുക, നമുക്ക് ചുറ്റും ഒബ്സർവ് ചെയ്യുക. അതിൽ നിന്നൊക്കെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അത് നമ്മൾ ഇതൊരു ഐഡിയ ആണോ ഇതൊരു ഐഡിയ അല്ലേ എന്നും മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് ഒറ്റയടിക്ക് കിട്ടില്ല, കുറച്ച് കഴിയുമ്പോഴേ കിട്ടുള്ളൂ. എന്നാൽ ഇത്
ഇതല്ല വേണ്ടത്, ഇതാണ് വേണ്ടത്, യെസ് ഓർ നോ പറയാനുള്ള ബോൾഡായിട്ടുള്ള മനസ്സും വേണം ഇന്നത്തെ ജനറേഷൻ. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും നോ പറയേണ്ട അടുത്ത് നോ പറയാനും യെസ് പറയേണ്ട അടുത്ത് യെസ് പറയാനുള്ള മൈൻഡ് പവർ വേണമെന്നുള്ള ആദ്യം വേണ്ടത്. എങ്ങനെയാണെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റും ഇതല്ല ഇതിന് വേണ്ടത്, ഇതാണ്. അത് തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവ് ആണ് നമ്മളുടെ ഒരു മാറ്റം കൊണ്ടുവരുന്നത് കരിയറിൽ. അതായത് ഈ ഒബ്സർവേഷനൊക്കെ വേണം എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഒരാളും അവരുടെ പേഴ്സണൽ സ്പേസിൽ ഒതുങ്ങി കൂടാതെ യാത്രകൾ ചെയ്യണം, ഒരുപാട് ഒബ്സർവേഷനുകൾ ചെയ്യണം. നമ്മൾ ഫൺ പറയുക, ഇമിറ്റേറ്റ് ചെയ്യുക, ആ സാഹചര്യങ്ങൾ ഫണ്ണാക്കുക, ഇതിൽ കൂടിയൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അത് കരിയറിൽ ഇപ്പോൾ തമാശ പറയുക, വളിപ്പുകൾ പറയുക, ഇതിൽ കൂടിയൊക്കെയാണ് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തരങ്ങളാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽസും ക്യാമ്പയിൻസും ഒക്കെ ആയിട്ടുള്ള. ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെവിക്വിക്കിൻ്റെ പരസ്യം, സെൻറ്റർ ഫ്രഷ് അല്ലേ, ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ട്. മോനെ മനസ്സിലൊരു ലഡു, അതിൻ്റെ വോയിസിൻ്റെ ആ ഒരു ഫണ്ണും, അത് 2-3 കാര്യങ്ങളായത് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് ഫണ്ണായിട്ടും പേടിപ്പിച്ചും ഇമോഷണലായിട്ടും ഒക്കെ പല പല എക്സിക്യൂഷണൽ സ്റ്റൈൽ അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ഐഡിയാസ് സെല്ല് ചെയ്യാം അല്ലേ. മറ്റത് ഫെവിക്വിക്ക് എടുത്തുള്ള ഫെവിക്കോളൊക്കെ എടുത്തുള്ള ഫൺ എക്സിക്യൂഷനാണ്. ചിലത് ഫിയർ, പേടിപ്പിക്കും അല്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ പറയാനുള്ള ഇത്രയാണ്. പുതിയ ജനറേഷനോട് ഒരിക്കലും കോപ്പി ചെയ്യരുത്. ഒരിക്കലും നമ്മളുടെ യുണീക്കായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ബ്രെയിൻ സ്റ്റോം ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. അതൊറ്റക്കല്ല, നമ്മൾ ഒരു വിരലിന് കുത്തണതും 5 വിരൽ കൂട്ടി പിടിച്ചിട്ട് എന്ത് ചെയ്താലും അതിനൊരു പവറുണ്ട്, യൂണിറ്റി എന്നൊരു. ഞാൻ എപ്പോഴും സെഷൻസിലും എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്തും പറയുന്നത്, പൊളിറ്റിക്സിൽ പെടരുത്, പൊളിറ്റിക്സ് ഉണ്ടാക്കരുത്, ഇട്ടുമാറി നിൽക്കുക, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യരുത്. ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് പോകാം എന്നാരും പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ ആരാന്ന് ഓർക്കണല്ലോ. ഒരുമിച്ചാണെങ്കിൽ ഒരുപാട് ദൂരം പോകാന്നുള്ള ആ മെസ്സേജുകളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഇവിടെ മേഖലയിലും ഏജൻസിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പൊളിറ്റിക്സ് ഉണ്ടാക്കാതെ ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ്, ഞാൻ എൻ്റെ ഐഡിയ ആണത് എന്നുള്ളതിനെ. കാരണം ഇറ്റ്സ് എ ടീം വർക്കിൽ കൂടിയാണ് ഈ പഞ്ച് പവർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള ജെയ്സൺ ചേട്ടന് വലിയൊരു താങ്ക് യു പറയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജെയ്സൺ ചേട്ടൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു ജെയ്സൺ ചേട്ടാ, താങ്ക് യു സോ മച്ച്.